ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള മിക്കവരുടെയും മുഖ്യ ശത്രു അക്ബറാണ്. എല്ലാവരും അക്ബറിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് പ്രധാന കാരണം ഒനീലാണോ? ഒനീൽ അക്ബറിനും ആര്യനും ജിസേലിനും ഇടയിലിരുന്ന് കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഇന്നലെ രാത്രി ഒനീലും അക്ബറും ഇരുന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒനീൽ അക്ബറിനോട് പറഞ്ഞത് അനുമോൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യം ഞാനും കണ്ടിട്ടുണ്ട്. അതായത് ജിസേൽ ആര്യൻ ആ ഒരു ഇഷ്യൂ ആണ് പറയുന്നത്. അത് ഒനീലും കണ്ടിട്ടുണ്ട്, അത് സത്യമാണ്. അപ്പോൾ അക്ബർ ഒനീലിനോട് പറയുന്നത് ഡേർട്ടി ഗെയിമാണ്, നീ അത് എടുത്തിടരുത്, ആ ഒരു ടോപ്പിക്ക് എടുത്തിടരുതെന്ന് പറയുന്നു. എന്നിട്ട് അക്ബർ ഫ്രണ്ട്ഷിപ്പ് വെച്ച് ജിസേലിനോട് അത് വന്ന് പറയുന്നു, ഒനീൽ ആ ടോപ്പിക്ക് വീണ്ടും എടുത്തിടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ബെഡ് മാറി കിടന്നാലും അവൻ ആ ടോപ്പിക്ക് എടുത്തിടും. ജിസേൽ അപ്പോൾ അക്ബറിനോട് പറയുന്നത് ഒനീലിന് ചിലപ്പോൾ അത് കുശുമ്പ് കൊണ്ടാവും, സപ്പോർട്ട് ചെയ്യാൻ ഒരാളുള്ളത് മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ അവർക്ക് കുശുമ്പ് തോന്നാം, അതുകൊണ്ടാവും എന്നൊക്കെ. പക്ഷേ പിന്നീട് രാത്രിയിൽ ആദില, ജിസേൽ, ഒനീൽ, ആര്യൻ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഒനീൽ അക്ബറിനെതിരെയാണ് സംസാരിക്കുന്നത്. ഒനീൽ ഇവരോട് പറയുന്നത്, ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരെ അങ്ങനെ ഒരു അലിഗേഷൻ ഇടില്ല, എൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല, ഞാൻ അങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയേ അല്ല, ഇത് അക്ബറിൻ്റെ ഗെയിമാണ്, അക്ബറാണ് നിങ്ങളെ ഇതിലേക്ക് എടുത്തിട്ടതെന്ന്. പക്ഷേ ഇപ്പോൾ ജിസേലും ആര്യനും വിശ്വസിക്കുന്നത് ഒനീലിനെയാണ്. ജിസേൽ അപ്പോൾ പറയുന്നു, അതെ ഇത് അക്ബറിൻ്റെ ഗെയിമാണ്, അതെനിക്ക് മനസ്സിലായി, അത് ഞാൻ ആദിലയോട് പറഞ്ഞു എന്ന്. എന്നാൽ അക്ബറിനോട് ഒനീലാണ് പറഞ്ഞത് ആര്യനെയും ജിസേലിനെയും ഞാൻ ആ രീതിക്ക് കണ്ടിട്ടുണ്ട്, അനുമോള് പറഞ്ഞത് സത്യമാണെന്ന്. ആര്യനും ഇപ്പോൾ വിശ്വസിക്കുന്നത് ഒനീലിനെ തന്നെയാണ്. എന്തായാലും ഒനീൽ ഇപ്പോൾ പറയുന്നത്, ഒരിക്കലും ഞാൻ ജിസേലിൻ്റെ പേരെടുത്തിടില്ല, ഒരിക്കലും ജിസേലിനെ ഞാൻ നാണം കെടുത്തുകയുമില്ല, ആര്യനൊക്കെ എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ് എനിക്ക്, ഞാൻ അങ്ങനെ നിങ്ങളുടെ എതിരെ അങ്ങനെ ഒരു അലിഗേഷൻ നടത്തുമോ? സത്യം പറഞ്ഞാൽ ഒനീൽ ഡബിൾ സ്റ്റാൻഡാണ് ഇവിടെ കളിക്കുന്നത്. മാസ്റ്റർ ഗെയിം കളിക്കുന്നത് ഒനീൽ തന്നെയാണ്. എല്ലാവരെയും അക്ബറിനെതിരെ തിരിക്കാൻ നോക്കുകയാണ്. എനിക്ക് തോന്നുന്നു അക്ബറിന് നോമിനേഷനിൽ വന്നപ്പോൾ നല്ല പേടിയുണ്ട്. പേടി കൂടാൻ കാരണം എല്ലാവരും സാബുമാൻ എവിക്റ്റ് ആവും എന്ന് കരുതിയാണ് ഇരുന്നത്. ആ സമയത്താണ് അഭിലാഷ് എവിക്റ്റ് ആയത്. അഭിലാഷിൻ്റെ സെയിം ഗെയിം പ്ലാനാണ് ഒനീലിൻ്റെ. അഭിപ്രായങ്ങൾ തമ്മിലും വളരെയധികം സാമ്യമുണ്ട്. അതുകൊണ്ട് ഒനീലിനൊരു പേടിയുണ്ട്, ചിലപ്പോൾ ഈ വീക്ക് ഞാൻ പോകുമോ എന്ന്. അതുകൊണ്ടാവാം ഒനീൽ ഈ ജിസേൽ ആര്യൻ വിഷയം എടുത്തിട്ടത്. കാരണം അവരുടെ പേരൻസ് വന്നു, അതായത് ജിസേലിൻ്റെയും ആര്യൻ്റെയും പേരൻസ് വന്നപ്പോഴും അവരെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു. ആര്യൻ്റെ അമ്മ ജിസേലിനോട് വലുതായിട്ട് മിണ്ടുന്നില്ല, ജിസേലിൻ്റെ അമ്മ ആര്യനോട് വലുതായിട്ട് മിണ്ടുന്നില്ല. അതിൽ നിന്നൊക്കെ ഒനീലിന് മനസ്സിലായി ഇവർക്ക് പുറത്ത് നെഗറ്റീവാണെന്ന്. അപ്പോൾ ഈ സമയത്ത് ഈ വിഷയം എടുത്തിട്ടാൽ പുറത്ത് ഇത് നല്ല രീതിയിൽ കത്തുമെന്ന് ഒനീലിന് നല്ല ധാരണയുണ്ട്. അപ്പോൾ ഒനീലിൻ്റെ പേരും ഒന്ന് പൊങ്ങി വരും, അത്യാവശ്യം വോട്ട് കിട്ടും, നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടാം. അങ്ങനെയൊക്കെ ആവാം ഒനീലിൻ്റെ പദ്ധതികൾ. അതാണ് ഈ ഒരു കേസ് എടുത്തിട്ടത്. പക്ഷേ അത് അക്ബർ പൊളിക്കാൻ നോക്കി, നേരെ പോയി ജിസേലിനോട് പറഞ്ഞു. ഉടനെ എല്ലാവരെയും അക്ബറിനെതിരെ തിരിക്കുകയാണ്. വലിയ മാസ്റ്റർ പ്ലാനൊക്കെയാണ് എന്തായാലും ഒനീലിൻ്റേത്. അത് എവിടെ വരെ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും ഇപ്പോൾ എല്ലാവരുടെയും മുഖ്യ ശത്രു അക്ബറാണ്, ആര്യൻ്റെയും ജിസേലിൻ്റെയും എല്ലാം. നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.